ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 15ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. അമീറാണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാമത്തവളയാണ് ഷാനവാസ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് കാമത്തവള എന്നൊരു വാക്കുകൊണ്ട് ഷാനവാസിനെ ആ ഒരു പദപ്രയോഗം നടത്തിയെന്നുള്ള കൃത്യമായിട്ടുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നിലവില് ഇപ്പോ ജിസൈലിന്റെ അടുത്ത് ഷാനവാസ് പറയുകയാണ്, ജിസൈലെ ആദ്യ ആഴ്ചകളിൽ അക്ബർ നിന്നെ നോക്കിയത് വളരെ മോശമായിട്ടുള്ള ഒരു നോട്ടമാണ് നോക്കിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു കെയർ കൊടുത്തു. എന്താണ് അവിടെ ജിസൈലിനെ മോശമായിട്ട് നോക്കാൻ വേണ്ടി അക്ബർ ശ്രമിച്ചിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതേ ഷാനവാസ് തന്നെയാണ് ആദ്യ ആഴ്ചയിൽ നോമിനേഷനിലും അതിനുശേഷം നേരിട്ടും പൊതുവിലും ഷാനവാസ് ഇങ്ങനെ പറയുകയുണ്ടായി, ജിസൈലിന്റെ വസ്ത്രധാരണം ശരിയല്ല, അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു സംഭവം പറയുകയുണ്ടായി. ഓരോരുത്തരുടെയും വസ്ത്ര സ്വാതന്ത്ര്യം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതില് ഈ പറയുന്ന പോലെ നീ ഇന്നത് ധരിക്കണം, മറ്റത് ധരിക്കാൻ പാടില്ല, നീ ഇപ്പോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സത്യത്തില് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, ഷാനവാസ് അത്തരത്തിലൊരു സംഗതി കണ്ടത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ജിസൈലിന്റെ വസ്ത്രധാരണം ഏതെങ്കിലും ശരീരഭാഗം എക്സ്പോസ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. അതെ, ഷാനവാസിനും ഈ പറഞ്ഞ പോലെ ജിസൈലിന്റെ പ്രായമുള്ള മകളില്ലെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഈ പറയുന്ന പോലെ ഷാനവാസ് ആദ്യ വീക്കുകളിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു. ഈ പറയുന്ന വസ്ത്രധാരണം മോശമായതിന്റെ പേരിലോ അല്ലാതെയോ നോക്കുമായിരുന്നു. ആ ആളാണ് ഇപ്പൊ കെയർ കൊടുക്കാൻ വന്നേക്കുന്നത്. അക്ബറിന്റെ കൂടെ പുള്ളിക്കാരനും കൃത്യമായിട്ട് നോക്കുമായിരുന്നു. അക്ബർ ഈ പറയുന്ന പിണക്കമായപ്പോ അക്ബറിനെ കുറ്റം പറയുന്നു. അക്ബർ ആണ് ഈ പറയുന്ന നമ്മുടെ ജിസൈലിനെ നോക്കിക്കൊണ്ടിരുന്നത്, മോശമായിട്ട് നോക്കിയതെന്ന്. അപ്പൊ ഈ പുള്ളിക്കാരൻ കാണാതെയാണോ ഈ പറയുന്ന വസ്ത്രധാരണത്തെ പറ്റി അഭിപ്രായം പറയാൻ പറ്റിയത്? അപ്പൊ ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പെന്ന് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഒരു ഈ മലയാളികളുടെ ഈ സെക്ഷുവൽ എന്താ പറയാ, ആ വാക്കെന്താണ്, ഫ്രസ്ട്രേഷൻ, ആ ഒരു സംഭവമാണ് സത്യത്തിൽ പുള്ളിക്കാരന് അവിടെ വർക്കായതെന്നാണ് എനിക്ക് തോന്നിയത്. അത് കൃത്യമായിട്ട് ആ ചീട്ട് കീറാൻ വേണ്ടി ഈ പറയുന്ന ജിസൈലും സാധിച്ചു എന്ന് തന്നെ പറയാം. കാര്യം ജിസൈലിന്റെ അടുത്ത് അങ്ങനെ പറയുമ്പോ ഷാനവാസിന്റെ അടുത്ത് തിരിച്ചു പറയുന്നുണ്ട്, ജിസൈൽ പറയുന്നുണ്ട്, താങ്കളുടെ നോട്ടം എങ്ങനെയായിരുന്നു, ദേഷ്യ നോട്ടമല്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ നീ വിഷയം മാറ്റണ്ട, ഞാൻ ആ ഒരു രീതിക്കല്ല പറഞ്ഞത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് അക്ബറിന്റെ കാര്യമല്ലേ, എന്റെ കാര്യം പിന്നീട് പറയാം എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ ആ ഒരു ചീട്ട് കീറിപ്പോകുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന ഷാനവാസിന്റെ നോട്ടവും അത്ര വെടിപ്പുള്ള നോട്ടം അല്ലായിരുന്നു എന്ന് തന്നെ 100% പറയാൻ പറ്റും. ആയിരുന്നെങ്കിൽ ആദ്യ വീക്കുകളിൽ ജിസൈലിന്റെ ഡ്രസ്സിനെ പറ്റി പറയത്തില്ലായിരുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഈ ഷാനവാസിനെ ഇപ്പൊ എടുത്ത് പൊക്കി ഇപ്പോഴാണ് പുറത്തായത്. ഈ ആട്ടിൻതോലടിഞ്ഞ ചെന്നായിട്ടുള്ള ഷാനവാസിന്റെ ശരിക്കുള്ള നിറം ഇപ്പൊ വെളിവായി. കാര്യം തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു സദാചാര അമ്മാവൻ ചമയും ഒരു വശത്തൂടെ, മറുവശത്തൂടെ അവരെന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, അവരുടെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ഇയാൾ നടക്കുന്നതും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും. ഈ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ ഇപ്പോ മറ്റേ അപ്പാനി ശരത്തിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവന് ഒരു കണ്ടന്റും ഇല്ല. അവന്റെ ആകെ കണ്ടന്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സദാചാര ബോധം, അവര് ഡ്രസ്സ് ഇട്ടേക്കുന്നത് എന്താന്ന് നോക്കുക, അതിനെ കുറ്റം പറയുക, എന്നിട്ട് അത് നോക്കി ആസ്വദിക്കുക. അതുപോലെ നമ്മുടെ അപ്പാനി ശരത്തും ബിൻസിയും കൂടെ അവിടെ ഒരു കോംബോ കളിക്കാൻ പ്ലാൻ ചെയ്യും. എന്തോ ആവട്ടെ, ബിഗ് ബോസിൽ ഇതുവരെ ആരും കോംബോ ഒന്നും കളിച്ചിട്ടില്ല. ഓപ്പോസിറ്റ് ആയാലും നേരിട്ടായാലും ലവ് കോംബോയോ അച്ഛൻ കോംബോയോ അമ്മ കോംബോയോ എന്ത് കോംബോയോ ആവട്ടെ, അതിനെ വേറെ തരത്തിലാക്കി അതിനൊരു അവിഹിതമാക്കി അവന്റെ കുടുംബത്തെ കൂടെ നശിപ്പിക്കാനുള്ള രീതിയിലോട്ട് പുതിയ കണ്ടന്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ കണ്ടന്റ് കാര്യത്തിന് പിടിച്ച ചീങ്കണ്ണി ഷാനവാസ്. അതെ, ഷാനവാസ് ഇപ്പം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എന്റെ തെളിവുണ്ടെന്ന്. മറ്റേ ഇല്ല, ഏതോ ഒരു സിനിമയിൽ ഇതാണ് എന്റെ തെളിവ്, ഈ കയ്യിലേക്ക് നോക്കൂ, ഇതാണ് തെളിവ് എന്ന് ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിന്റെ വീഡിയോ ഫുട്ടേജ് എല്ലാം ചിലപ്പോ ഷാനവാസിന്റെ മുണ്ടിന്റെ ഇടയിലായിരിക്കും വെച്ചേക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലവിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന അപ്പാനിയും അക്ബറും കളിക്കുന്നത്. അവരൊന്നും ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് പോകുന്നില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും പോകാമല്ലോ. എന്തിനേറെ പറയുന്നു, രേണുവിനെ പറ്റി എന്തെല്ലാം മോശങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും.
പക്ഷെ അവിടെ ഒന്നും ആരും അതിന് മുതിരുന്നില്ല. പക്ഷെ ഇവിടെ ഈ പറയുന്ന ഷാനവാസ് നെറികെട്ട ചീഞ്ഞ ഈ പറയുന്ന വളരെ മോശമായിട്ടുള്ള കളികളാണ് ഇവന് കളിക്കാൻ വേണമെങ്കിൽ ശ്രമിക്കുന്നത്. അനുമോള് എന്താണ് ആ ഒരു സംഭവത്തിന്റെ സമയത്ത് അനുമോളും അപ്പാനോട് ഒരു വഴക്കുണ്ടാവുന്നുണ്ട് ഈ ബിൻസിയുടെ കാര്യം പറഞ്ഞിട്ട്. അതെ അപ്പോഴും ഇവന് കയറി ഇടപെടാറുന്നില്ല. ഇവൻ മിണ്ടാതെ പതുങ്ങി ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച് അവരുടെ ഇമേജ് ഇല്ലാതാക്കിക്കൊണ്ട് പുള്ളിക്കാരന് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ അതെ അതെ തന്റെ മനസ്സിലുള്ള വിഷം ചീറ്റണം. അതിന് അതെ വേണ്ടിയിട്ട് അതെ അപ്പോഴും മിണ്ടാതെ വായിൽ പഴവും വെച്ചോണ്ടിരുന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച എന്റെ തെളിവുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പണ്ട് എന്തൊരു എല്ലാരും ചെയ്യുന്ന പോലെ ബിഗ് ബോസിൽ വോട്ട് ചോദിച്ചോണ്ടൊരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ രേണുവിനെ നമ്മളെ ബിഗ് ബോസിലും ലാലേട്ടനും എല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്തായിരുന്നു. അതെ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി. അതുപോലെ എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന ഈ ഷാനവാസിന്റെ മുണ്ടും അവന്റെ ഉടുപ്പും എല്ലാം പരിശോധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാര്യം പെൻഡ്രൈവോ ചിലപ്പോ വല്ല വീഡിയോ ഫുട്ടേജ് സേവ് ചെയ്യുന്ന മൊബൈലിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. കാര്യം തെളിവുണ്ടെന്ന് പറയാൻ നമ്മളീ കാണുന്നതല്ലാതെ എന്ത് പ്രോപ്പർട്ടിയാണ് അവൻ സേവ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്? അതെ അത് അതെ മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇത്രയും നേരം വസ്ത്രം ഒളിഞ്ഞു നോക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോ അതെ ഇവൻ മറ്റുള്ളവർ സംസാരത്തിൽ അവരെ കിടപ്പകൽ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ അത് മാത്രമല്ല, പണ്ട് ഈ അപ്പാനിയുടെ അപ്പാനിയുടെ ഭയങ്കര ഫാൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഏത് അപ്പാനിയുടെ ആരാധകനായിരുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞിട്ട് അപ്പാനിയുടെ സപ്പോർട്ട് അതൊക്കെ കിട്ടാൻ ആദ്യത്തെ വേണ്ടിയാണ് ആഴ്ചയിൽ നടന്നിരുന്നത്. അപ്പാനെ ഒന്ന് കൺവിൻസ് ചെയ്ത് തനിക്കെതിരെ ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു അതെ കൺവിൻസിങ് സ്റ്റാർ ആവാനുള്ളൊരു അവന്റെ ശ്രമം ഒരു നടത്തി. പകൽമാന്യൻ ചമയൊക്കെ ആയിരുന്നു അതൊക്കെ. ഇപ്പൊ അതെ അതൊക്കെ അതെ ഇവിടെ പോയി. ഇപ്പൊ ഇത്ര ആരാധന തോന്നിയ ആളിന്റെ ജീവിതം തീർക്കാൻ മാത്രം എന്താണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായത്? ഇവനെ വല്ലതും ചെയ്തോ? ഷാനവാസിനെ പിടിച്ച് കടിച്ചോ അപ്പാന് ശരത്ത്? അതെ അത് മാത്രമല്ല, 7ാമത്തെ സീസണിൽ നമ്മളെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ട് ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് ഷാനവാസ് പറഞ്ഞ കള്ളത്തിന്റെ പുറത്താണ് ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത്. എന്താണ് ഈ പറയുന്ന ഡോക്ടർമാരെല്ലാം ഈ പറയുന്ന കുറിപ്പടി എഴുതുന്നത് ഈ പറയുന്ന എല്ലാ രോഗത്തിനും അത് അവരുടെ ഈ പറയുന്ന അവര് പൈസ വാങ്ങാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ ചെയ്യുന്നതെന്ന് അനുമോള് പറയാത്ത കാര്യം ഇവൻ പറഞ്ഞു പരത്തി. ഷാനവാസ് പറഞ്ഞു വരുത്തി. അതിനുശേഷമാണ് ഈ പറയുന്ന അപ്പാനിയും ഈ പറയുന്ന അനുവും തമ്മിലുള്ള ആദ്യ പ്രശ്നം ഉണ്ടാവുന്നത്. അവർ തമ്മിൽ നല്ല സഹകരണത്തിലായിരുന്നു. ഫസ്റ്റ് പ്രശ്നം ഉണ്ടാവുന്നത് ഈ ഷാനവാസ് പറഞ്ഞ ഈ കള്ളത്തിന്റെ പുറത്തായിരുന്നു. അത് മാത്രമല്ല, നമ്മളിപ്പോ ഓരോ കോണ്ടാക്ട് ആയിട്ട് എടുത്ത് നോക്കുമ്പോ ഇവന്റെ മനസ്സിൽ എന്തുമാത്രം വിഷം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവും. ഒരേ സമയം ഇവൻ പകൽമാന്യം ചമഞ്ഞ് ഇവൻ ഒരു ആട്ടിൻ തോലണിഞ്ഞ ചെന്നായാണെന്ന് ഇപ്പൊ വെളിപ്പെട്ടു. ഓരോ സമയത്ത് ഇവൻ ചീറ്റിയ വിഷങ്ങളും എല്ലാം അവിടെ തെളിവായിട്ട് കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ലാലേട്ടൻ വന്ന ആ എപ്പിസോഡ്, ഫസ്റ്റ് വീക്ക് പറഞ്ഞ ആ എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ ഈ പറയുന്ന ഷാനവാസ് കിടന്ന് മെഴുകുന്നുണ്ട്. ഏത് ലാലേട്ട ഇതാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്, ഇവിടെ കുറെ ഈ പറയുന്ന ഗ്രൂപ്പിസം ഉണ്ട്, ഞാനൊന്നും പറയുന്നില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിരുത്തുന്നുണ്ട്. അപ്പോഴും സ്പോട്ടിൽ തന്നെ അടി കിട്ടിയ കണക്ക് അക്ബർ പറയുന്നുണ്ട്, അങ്ങനെ പറയരുത് ഷാനവാസ് പറഞ്ഞ യഥാർത്ഥ കാര്യം കൃത്യമായിട്ട് ഈ പറയുന്ന അക്ബർ എന്തൊക്കെയാണ് നടന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതോടുകൂടി ഈ പറയുന്ന ചൂളിപ്പോകുന്നതായിട്ടും ഷാനവാസ് ചൂളിപ്പോകുന്നതായിട്ടും നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ അവനെതിരെ പറഞ്ഞു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ആൾക്കാരാണ് അപ്പാനി, അക്ബർ. അവരെയൊക്കെ ഒരു നെറികെട്ട ഗെയിം കളിച്ചുകൊണ്ട് അവരെ വൃത്തികെട്ട ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ കിടന്ന് നാണം കെട്ട നെറികെട്ട കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. കാര്യം ഷാനവാസിന്റെ മെയിൻ എതിരാളിയായിട്ടാവാൻ സാധ്യതയുള്ള അക്ബർ അതുപോലെ അപ്പാനിയാണ്. ഇപ്പൊ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിന്റെ അടുത്ത് പോയി പറഞ്ഞേക്കാണ്. അതായത് ഒരാളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അക്ബർ വിവാഹം കഴിച്ചാണോ എന്ന് അറിയത്തില്ല, പക്ഷേ പുള്ളിക്കാരന് പുറത്തൊരു ഒരു ഹിന്ദി പെൺകുട്ടിയാണ്. ഓക്കെ, അപ്പം ഒരു പെൺകുട്ടിയുണ്ട്. അത് മാത്രമല്ല, അപ്പാനിയുടെ വൈഫ് എന്ന് പറയുന്ന ഇപ്പൊ നിലവില് പ്രഗ്നന്റ് ആണ്. രണ്ടുപേരെയും നീ പറഞ്ഞ പോലെ ക്യാരക്ടർ അസാസിനേഷൻ ആണ് നടത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ അതോടുകൂടി എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്, കുടുംബ ഓഡിയൻസിൽ നിന്ന്, ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. താനൊരു സദാചാര ഓളിയാണല്ലോ, പുള്ളി പകൽമാന്യൻ, ബാക്കിയുള്ളവരെല്ലാം സ്ത്രീലംബണന്മാരും വൃത്തികെട്ടവന്മാരും. ഇയാൾ കാണിക്കുന്ന ഈ തെണ്ടിത്തരങ്ങളും നെറുകേടുകളും പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ സദാചാര ഓളി തന്നെയാണ് ജിസേലിന്റെ വസ്ത്രം മോശമാണെന്ന് പറഞ്ഞത്. വസ്ത്രം മോശമാണെന്ന് പറയണമെങ്കിൽ ആ വസ്ത്രം കൃത്യമായിട്ട് കണ്ട് ഒബ്സർവ് ചെയ്യണമല്ലോ. ഈ പറയുന്ന ശരീരഭാഗങ്ങൾ കൃത്യമായിട്ട് ഈ ഷാനവാസ് ഉൾപ്പെടെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന നോമിനേഷനിലും നേരിട്ട് ജിസൈലിന്റെ അടുത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിന്റെ അടുത്തും പറഞ്ഞ് ഒരു പോസിറ്റീവ് അമ്മാവൻ ചമയാൻ നോക്കിയുള്ള ചൂടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലെടുത്ത് നൂറെടുത്തും ചെന്നിട്ട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഒരു തുണ വേണം. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടുപേരുടെ ചേർന്ന് കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ്. അതായത് ഇനി ഒരു ആണിനെ കല്യാണം കഴിച്ച് രണ്ടുപേരുടെ
അതെ 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 അത് നിങ്ങൾക്കൊരു തുണ വേണം. അവർക്ക് തുണ അവര് രണ്ടുപേരും തന്നെയാണ്. നമ്മൾ എല്ലാ എപ്പിസോഡിലും കാണാറുള്ളതാണ്. അതെ അതെ. അതിലേക്ക് സോറി, അതിലേക്ക് തുണ തുണയായിട്ടുള്ള നൂറ്. നൂറയ്ക്ക് ആദിലയാണ്. അവർ ആ രീതിയിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന അവരുടെ ഇടയിലോട്ട് ചെന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറയണം നിങ്ങൾക്ക് ഒരു തുണ വേണം. എന്നിട്ട് അതെ അതെ എന്താണ് അപ്പോഴത്തേക്ക് എന്നിട്ട് അവരുടെ അടുത്ത് എന്താണ് ഒരാള് വേണം, നിങ്ങൾ രണ്ടുപേരും മാത്രം പോരാ, ഉം. ദത്തെടുക്ക്, പ്രസവിക്ക്, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പ്രസവിക്കാൻ എന്താ ഇയാളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അതെ അതെ അവിടെ അതെ അതിന്റെ ഇടയിൽ ചെന്നിട്ട് സദാചാരം കളിച്ച് എന്താണ് ഒരു പകൽമാനാണ് ഞാൻ. ഇവർ എല്ലാരെയും എന്താണ് നേർവഴിക്ക് നയിക്കുന്ന മഹാവ്യക്തിത്വം. അതെ ബാക്കിയുള്ളവരെല്ലാം സ്ത്രീലമ്പണന്മാരും വൃത്തികെട്ടന്മാരും അതെ മറ്റേ പെണ്ണുങ്ങളെ ഒളിഞ്ഞു നോക്കുന്നവന്മാരും അതെ അങ്ങനെയുള്ളമാരും. അതെ. എന്തായാലും ഈ പറയുന്ന കൺഫെഷൻ റൂമിലേക്ക് അനീഷിനെയും അപ്പാനിയെയും അതുപോലെ തന്നെ നമ്മുടെ അക്ബറിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച സമയത്ത് ഇവർ കരയുന്നുണ്ട്. കരയുന്ന സമയത്ത് ഇവര് ഒരു കാര്യം പറയാതെ പറയുന്നുണ്ട്. വീട്ടുകാരെന്ത് രീതിയിലാണ് കാണുന്നത് അത് അപ്പാനി അത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. വീട്ടിലെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ, വൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് ഫുള്ള് പേടിയായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഇവന്റെ സംസാരം ആ രീതിയിലല്ലേ. ഇവൻ എന്താ ഈ പറയണത്? ഇവര് പറയാൻ മാത്രം ഇവിടെ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ ഇപ്പൊ കുറെ രേഖയുണ്ട്. ആൾക്കാര് ഇപ്പൊ കുറെ ടീമുകൾ ഇപ്പൊ ഇവന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഒരു വീഡിയോ കുത്തിപ്പൊക്കി വന്നിട്ടുണ്ട്. അവരെന്തായാലും സംസാരിക്കാം, നമുക്ക് രണ്ടോ ഒരു കോംബോ ഗെയിം കളിക്കാം എന്ന് പറയുന്നുണ്ട്. അവസാനം പറയുന്ന ഈ അപ്പാനി ഈ പറയുന്ന ബിൻസിയുടെ ചെവി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതിലൊരു തെറ്റിദ്ധാരണ സംഭവിച്ചു. സത്യത്തിൽ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പന്റെ അടുത്തും അമ്മയുടെ അടുത്തും അന്വേഷണം പറഞ്ഞേക്കണേന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കൃത്യമായിട്ട് സാധാരണയായിട്ട് എല്ലാരും പറയുന്ന കാര്യങ്ങളല്ലേ. ഇതിനെ വരെ പല രീതിയിൽ വളച്ചൊടിച്ച് ഇത് എന്താണ് ഇവരൊക്കെ ആക്കാൻ ശ്രമിക്കണേ? ഈ പകൽമാന്യനും മറ്റേ ചെന്നായിട്ടുള്ള ഷാനവാസൊക്കെ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഷാനവാസ് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമാണ് എനിക്കും ഇവളെ പോലെ ഒരു മോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് റെനയുടെ അടുത്ത് പറഞ്ഞാലും ഈ പറയുന്ന ആരടുത്ത് ഏതൊരു പെൺകുട്ടികളുടെ അടുത്ത് പറഞ്ഞാലും പുള്ളിക്കാരൻ ഫസ്റ്റ് അടിക്കുന്ന ഡയലോഗ് ഇതാണ്, എനിക്കും ഇത് കണക്കൊരു മോളുണ്ടെന്നോ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. റെനേനെ പറ്റിയും മോശം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണ് 2K കിഡ്സിന് ഒരു അഹങ്കാരമാണ്, അവർക്ക് എന്താ പറയാ ഒന്നിലും എക്സ്പീരിയൻസ് ഇല്ല, അവർക്കെല്ലാം കൈക്കുമ്പിളിൽ കിട്ടുന്നു അല്ലെങ്കിൽ കൈത്തുമ്പത്ത് കിട്ടുന്നു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന അത് ജനറേഷൻ മാറാൻ നിർത്ത്, ടെക്നോളജി മാറാൻ നിർത്ത്, അതിനനുസരിച്ചുള്ള ഈ പറയുന്ന താല്പര്യം മരിച്ചിട്ട് ഒന്നുകൂടെ ജനിച്ചാൽ മതിയല്ലോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അതാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ആരാണ് പേരും മറന്നുപോയല്ലോ, നമ്മുടെ അതെ ഷാനൂഖാന്റെ പേര് തന്നെ മറന്നുപോയി. ഷാനൂഖാന്റെ മോമൂടി എന്തായാലും വലിച്ചു കീറുക തന്നെ ചെയ്യും നമ്മള്, അല്ലേ? അതെ അതെ. എത്ര ആൾക്കാരെന്നെ പൊക്കി പിടിച്ചോണ്ട് നടന്നാലും എത്ര കുടുംബ ഓഡിയൻസിന് ഉമ്മ കൊടുത്താലും അവന്റെ ശരിക്കുള്ള മുഖം നമ്മൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതെ. പിന്നീട് മറ്റൊരാളെ വലിച്ചു കീറേണ്ടത് നമ്മുടെ അനുമോളാണ്. എന്താണ് അനുമോളെ പറ്റി പറയാനുള്ളത്? എന്ത് തോന്നുന്നു അനുമോളിപ്പം നിലവിലൂടെ പ്രധാന നാടക നടിയാണല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വന്നപ്പോ തന്നെ എന്നെ ആരെന്ത് പറയണം അപ്പൊ ഞാൻ കരയാം എന്നൊക്കെ തീരുമാനിച്ച് വന്ന പോലെ നല്ല പ്ലാൻ ചെയ്ത് കരയുന്നുണ്ട്. കരഞ്ഞ് 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 ഇപ്പൊ കുറെ ഫാൻസിന് സഹതാപം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കരച്ചിൽ എന്ന് നിർത്തുന്ന അന്ന് ഈ സഹതാപ വോട്ടുകൾ പോകും. ഇപ്പൊ നിലവില് എന്താണ് ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ലേറ്റസ്റ്റ് കരച്ചില്. അതായത് അവള് തന്നെ പറഞ്ഞ അവള് കട്ടിട്ടില്ല, ഞാൻ ആരുടെ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കരയുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. സത്യം എനിക്കും അത് തന്നെയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ ചെയ്യാത്ത തെറ്റിന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡിഫെൻഡ് ചെയ്യല്ലേ ഉള്ളൂ, നമ്മൾ കരയൂ. എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് പുള്ളിക്കാരി കരഞ്ഞെന്നെ. എന്തായാലും ഈ പറഞ്ഞ പോലെ അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ അപ്പാനിയുടെ അടുത്ത് ഈ പറയുന്ന പോലെ പുള്ളിക്കാരി കരച്ചിൽ നാടകം തന്നെ പ്രയോഗിച്ചു. അവസാനം ഈ പറഞ്ഞ പോലെ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ട്, അന്നല്ല രാവിലെ പറഞ്ഞപ്പോ ഭയങ്കര ബോൾഡായിട്ട് കാണിച്ച ആള് വൈകിട്ടായപ്പോ കരഞ്ഞ് മെഴുകുന്നതാണ്. ഒരുപക്ഷെ ഈ കരച്ചിലൂടെ തനിക്ക് സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് തന്നെ ആയിരിക്കും കരഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുകുമ്പോഴത്തേക്ക് അയ്യോ ആ പാവം കൊച്ചു കിടന്ന് കരയുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞ് കുറെ വോട്ട് കിട്ടുമല്ലോ. അത് തന്നെയാണ് ലക്ഷ്യം. അത് മാത്രമല്ല ഈ ഫാമിലി ഓഡിയൻസിനെ കൈയെടുക്കാൻ വേണ്ടി പുള്ളിക്കാരി ഈ പൊട്ട് തൊടുക എന്ന് പറയുന്നത് വിക്ടിം കാർഡറക്കലാണിത്. അതായത് ആ കൊച്ചൊരു പാവം, എല്ലാരും കൂടെ അതിനായിട്ട് വിഷമിപ്പിക്കുന്നെന്ന് പറയും ഒരേ സമയം. പക്ഷെ മറ്റൊരു വശത്ത് എന്താ നടക്കുന്നത്? ഇവള് ഈ കരയാത്ത സമയത്തെല്ലാം അവിടുത്തെ കുലസ്ത്രീ ചമയിലാണ് അവളുടെ മെയിൻ പരിപാടി. ജിസേലിന്റെ വസ്ത്രം ശരിയല്ല, രണ ഫാത്തിമ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, എന്തൊക്കെയാ ഇവള് പറയുന്നത്? ഇവള് ആരാ അവിടുത്തെ വലിയ ഇവള് ഭൂമി ഉണ്ടായപ്പോഴേ ഇവളുണ്ടോ അവിടെ? രണ ഫാത്തിമ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല. അവള് മുട്ടയെന്ന് വിരിയാത്ത സമയത്ത് തന്നെ അവളൊരു സ്വന്തമായിട്ട് പണം സമ്പാദിക്കുന്ന ലെവലിലോട്ട് 19-ാം വയസ്സിലെത്തിയ കൊച്ചിനെ അപമാനിക്കാൻ പറയാണ് നീ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല. ഈ മുട്ടത്തോടൊക്കെ മാറ്റുന്ന ജോലി ഇവക്കാണോ ഇപ്പൊ ചെയ്യുന്നത്?
അത് മാത്രമല്ല ഈ പറയുന്ന ഇവർ തമ്മിൽ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എന്താണ്, ഇപ്പൊ ഒരു ചെറിയൊരു സംസാരം ഉണ്ടായിരുന്നു ഈ നമ്മുടെ ആര്യനും ഈ പറയുന്ന അനുവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ചിരി ശരിയല്ലല്ലോ, അനു വല്ലാത്ത രീതിയിലൊക്കെ ഇവനെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അവിടെയും ഈ പറയുന്ന പോലെ പുള്ളിക്കാരത്തി പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാല് പ്രായം ശരിയല്ല എന്ന് വെച്ചാല് അത് അങ്ങനെയല്ല, 23 വയസ്സല്ലേ ഉള്ളൂ അവന്. അതായത് ഒരാള് നമ്മുടെ മറ്റേ ചെയ്യാത്ത കുറ്റത്തിന് ചപ്പാത്തി കളി എന്ന് വിളിച്ചപ്പോ കരഞ്ഞ് മെഴുകിയ ആള് നീ ലവ് കോമ്പോയില് കളിക്കുന്ന വെച്ചപ്പോ അവന് 23 വയസ്സല്ലേ ഉള്ളൂ. അതായത് പ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, കുറച്ചുകൂടെ പ്രായം ഉണ്ടായിരുന്നെങ്കിൽ ലവ് കോമ്പോ, ഒരു 28 ഉണ്ടായിരുന്നെങ്കിൽ ലവ് കോമ്പോ കളിക്കാൻ അവള് നിന്നല്ലേ അർത്ഥം. ആര്യന്റെ പ്രായം കുറച്ച് കുറഞ്ഞ പോലെ സങ്കടമുള്ള പോലെയാണ് അവള് സംസാരിക്കുന്നത്. ഈ ഇത്രയും നാട്ടുകാരുടെ അടുത്ത് മൊത്തം സദാചാരം ഉണ്ടാക്കാൻ പോകുന്ന ആള് സ്വന്തം കാര്യത്തിൽ സദാചാരം വരുമ്പോഴത്തേക്ക് കരുവാട് പറഞ്ഞ പോലെ തനിക്ക് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടല്ലോ, നാട് മൊത്തം നാവേലെന്ന് പറഞ്ഞ പോലെ. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം ഇടപെടും. അവരൊക്കെ ആരാണ്, അവരൊക്കെ ആരെയാണ് നോക്കുന്നത്, മറ്റവരെല്ലാം മൊണ്ണകളാണ്, അവരെല്ലാം ഇതുപോലെ പെണ്ണുങ്ങളെ പിറക്കെ നടക്കുന്ന ആൾക്കാർ. ആ അഭി ഒഴിച്ച് ബാക്കി എല്ലാരും പെണ്ണുങ്ങളെ പിറക്കെയാണ്. ആ അഭി ഒഴിച്ചെന്ന് പറയുമ്പോൾ ഷാനവാസ് അവരോട് പെണ്ണാളനാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതെ അതെ. എന്തായാലും ഈ പറഞ്ഞ പോലെ 15ാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ നിവിൻ ഓറഞ്ച് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടുക്കളയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം സ്ഥിരമായിട്ട് സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന പരിപാടി നമ്മുടെ നിവിനാണല്ലോ. അപ്പൊ അത് ചോദ്യം ചെയ്തുകൊണ്ട് നൂറ വരുന്നു, നീ എന്താടാ ഓറഞ്ച് എടുക്കുന്നത്? അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ കള്ളൻ എന്നൊരു പരിവേഷം ഉള്ളത് കൊണ്ട് വീണ്ടും കള്ളൻ എന്ന് തന്നെ വിളിക്കരുത് എന്നുള്ള രീതിക്ക് പറഞ്ഞാണ് ആ ഒരു സംഭവം അവസാനിപ്പിക്കുന്നത്. പിന്നീട് നടന്നത് വേറൊരു നാടകമാണ്. സരികയും ശാരികയും തമ്മിലുള്ള ഇന്റർവ്യൂ, ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ആണ് നടന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിലവിലുള്ള എല്ലാവർക്കും അറിയാം, പുള്ളിക്കാരി ജീവിതകഥയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന എന്താണ്, ഒരു കൺസെപ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് തന്നെ ചെയ്തതാണ്. അതെ അതെ അതെ. അപ്പൊ അത്തരത്തില് എന്താ പറയുന്ന ഈ കുറിക്ക് കൊള്ളുന്ന രീതിക്കുള്ള ഒരുപാട് ചോദ്യങ്ങൾ സരിക എടുത്ത് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ പറയുന്ന ഈ ഇവിടെ കിടന്ന് ഭയങ്കര ലാസ്യഭാവമാണല്ലോ, ഇവിടെയുള്ള ആണുങ്ങളെല്ലാം മയക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ചേച്ചിയുടെ ഇപ്പോഴത്തെ ഡിവോഴ്സ് കഴിഞ്ഞോ, ഇപ്പോഴത്തെ ഹസ്ബൻഡുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞോ, തുടങ്ങി അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴ് ഇത് കേട്ടിട്ട് അപ്പോഴും വേറെ ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പിന്നീട് ഈ പറയുന്ന സരികയ്ക്ക് കുരു പൊട്ടുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാല് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി ചിലപ്പോൾ കുടുംബത്തെ പറ്റി ചിന്തിച്ച് കാണും. ഇത് വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ, ദിലീപ് എന്നാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന്റെ പേര്, പുള്ളിക്കാരൻ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ പറയുന്ന ശാരീരികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് മൂട്ടിക്കൊടുക്കാൻ വേണ്ടി, എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഈ അപ്പാനിയും നമ്മുടെ അക്ബറും വരുന്നുണ്ട്. അത് ഗെയിം, ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞ പോലെ അത് വരുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ അവര് ഈ പറയുന്ന പോലെ അവസാനം ശാരിക മാപ്പ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും പിന്നീട് ഈ അനു രാവിലത്തെ പ്രശ്നം ഉണ്ടാവുന്നുണ്ടല്ലോ. രാവിലത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മള് എന്താണ് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഈ നമ്മുടെ റെന വന്നിട്ട് ചൊറിയുന്നുണ്ട്. റെന വന്നിട്ട് അവിടെ കിച്ചണിൽ നിൽക്കുന്നതും ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വാക്ക് തർക്കമാണ്. ഇപ്പൊ എന്താണ് വെറുപ്പിച്ചുള്ള സംസാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അത് പറയുന്ന ഇങ്ങനെയൊക്കെയാണ്, ആരുടെയും വെറുപ്പീര് സമ്പാദിച്ച് വെക്കല്ലേ മോളെ, അത് ഭാവിയിൽ ദോഷം ചെയ്യും, ഒന്നാമത് നീ ഒരു പെൺകുട്ടിയാണെന്ന്. അപ്പൊ റെന എടുത്ത വായന പറയുന്നുണ്ട്, അതെന്താ പെൺകുട്ടികൾക്ക് എന്താ കൊമ്പുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. താങ്കൾ എന്താ അതുപോലെ തന്നെ ജെൻഡർ കാർഡ് എടുത്ത് കളിക്കുകയാണോ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട്, എന്റെ സ്വഭാവം മാറ്റാണ്ട് നീ നോക്കിക്കോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ റെന പറയുന്നുണ്ട്, അതെന്താ ചപ്പാത്തി കള്ളിയാണോ, ചപ്പാത്തി കള്ളി ആവാനുള്ള ശ്രമമാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട്, ഇറങ്ങി പോടി എന്ന് പറയുന്നുണ്ട് കിച്ചണിൽ നിന്ന്. അപ്പൊ റെന പറയുന്നുണ്ട്, ആദ്യം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട്, നിന്നെ പഠിപ്പിച്ചില്ലാതാക്കിയത് നിന്റെ ഉമ്മയുമാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ റെന പറയുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള അവരെ വലിച്ചിടാൻ ശ്രമിക്കരുത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഉടനെ ആണ് അപ്പാനി വന്നിട്ട് പറയുന്നത്, നിന്റെ അമ്മയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും മോളെ എന്നുള്ള രീതിക്ക് റെന എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഉടനെ റെന പറയുന്നുണ്ട്, സംസ്കാരമില്ലാത്ത കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബമാണ്, എന്നുവെച്ചാൽ അനുവിന്റെ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയാണ് അനുവിനെ പഠിപ്പിച്ച് വിട്ടത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. എന്തായാലും അനു ഇതിന്റെ പേരിൽ കിടന്ന് കരയുന്നുണ്ട്. അപ്പോഴും അപ്പാനി അവിടെ പോകുന്നുണ്ട്, പോയിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്, കരയണ്ട, നീ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തില്ലേ. രണ്ടിടത്തും മൂട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ ഒരു നോമിനേഷൻ പ്രക്രിയ ആയിരുന്നു. നോമിനേഷൻ പ്രക്രിയയിൽ ഈ പറഞ്ഞ പോലെ
പലർക്കും പലതരത്തിലുള്ള വോട്ടിംഗ് ആണ് കിട്ടുന്നത്. ഈ ശൈത്യക്ക് വോട്ട് കിട്ടുന്നുണ്ട്, അക്ബറിന് 3 വോട്ട് കിട്ടുന്നുണ്ട്, അപ്പാനി ശരത്തിന് 4 വോട്ട്, സരികയ്ക്ക് 2 വോട്ട്, ശാരികയ്ക്ക് 5 വോട്ട്, ഷാനവാസിന് 2 വോട്ട്, ഒണിയലിന് 3 വോട്ട്, റന ഫാത്തിമയ്ക്ക് 2 വോട്ട്, അത്തരത്തിലാണ് കിട്ടുന്നത്. അതിൽ ഷാനവാസ് അപ്പാനിയെ പറ്റി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും, എന്റെ കഥകളെ അല്ലെങ്കിൽ എന്നെ തന്നെ മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് മറ്റ് കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ എത്തിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഷാനവാസ് അപ്പാനിയെ പറ്റി. പിന്നീട് അപ്പാനി ശൈത്യനെ പറ്റി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് വോട്ട് മേടിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ കേട്ടാ തോന്നും ഈ അപ്പാനിയും ശരത്തും തമ്മിൽ എന്താണെന്ന്. അവരും ഈ പറയുന്ന കോംബോ കളിച്ചാണല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണല്ലോ അവരും നിലനിൽക്കുന്നത്. പിന്നീട് നടന്നത് ഈ പറഞ്ഞ പോലെ സരിക പൊതുവേദിയിൽ വെച്ച് സംസാരിക്കുന്നതും ഈ മാപ്പ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അല്ലെങ്കിൽ 20 വർഷമായി താൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്, അപ്പൊ ഇതുവരെ ഒരുത്തനും എന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശാരിക ഇതിനെ എതിർക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഇത് ഹോട്ട് സീറ്റ് ആണ്, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ സാധാരണമായിട്ട് വരും, അപ്പൊ ഇത് നിങ്ങൾ സഹിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ശാരികയ്ക്ക് ഈ പറയുന്ന സരികയോടുള്ള ഇമാജിനേഷൻ ഇതായിരുന്നോ എന്നുള്ള രീതിക്ക് എണ്ണ കോരി ഒഴിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ശാരിക പറയുന്നുണ്ട്, അക്ബറെ നീ കൂടുതൽ ഉണ്ടാക്കാൻ വരല്ലേ, അല്ലെങ്കിൽ നീ കൂടുതൽ വരണ്ട എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള ഡയലോഗ് പറഞ്ഞ്. എന്തായാലും ശാരിക സോറി പറയുന്നുണ്ട്, മാപ്പ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന പോലെ എന്താ പറയാ, നമ്മുടെ അപ്പാനി ഇവിടേക്ക് വരുന്നതാണ്, അനുവിനെ കാണാൻ വേണ്ടി വരുന്നതാണ്. അനുവും ശൈത്യയും ഈ പറയുന്ന അപ്പാനിയും കൂടെ തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പാനി ഇങ്ങനെ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം, പിണക്കം തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് കിച്ചൺ ടീമിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന്. നമ്മക്കറിഞ്ഞൂടെ അപ്പാനി എന്തിനാണ് കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കുക. അപ്പാനി അനുവും തമ്മിൽ മനഃപൂർവ്വം അടി ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ മനഃപൂർവ്വം അടി ഉണ്ടാക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പാനി നമ്മുടെ ആര്യന്റെ സഹായത്തോടു കൂടി അനുവിനെ ഈ ടീമിലേക്ക് കൊണ്ടുവന്നത്, അടി ഉണ്ടാക്കാൻ വേണ്ടി, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഓരോരുത്തരെയും ഈ പറയുന്ന കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അതിൽ ഈ ഭാര്യയെ പറ്റി മിക്കുള്ളവരത്തും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഈ പറഞ്ഞ പോലെ അപ്പാനി ഈ പറയുന്ന പൊട്ടിക്കരയുന്നതായിട്ട് നമ്മൾ കണ്ടത്. കാര്യമെന്ന് വെച്ചാല് പിന്നീട് നടന്ന കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരാം. അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. തുടക്കം എന്ന് പറയുന്നത്, കിച്ചൺ ടീമിൽ ജിസേലിന് 2 ഉരുളക്കിഴങ്ങ് വേണമായിരുന്നു. അപ്പം പുള്ളിക്കാരി എനിക്ക് തോന്നുന്നത് വെജിറ്റേറിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ഉരുളക്കിഴങ്ങ് വേണമല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള അപ്പാനിയുടെ അടുത്തും മെയിൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യന്റെ അടുത്തും ചോദിച്ചു, ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. ഫുഡുകളൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്യണം. അതായത് പുള്ളിക്കാരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ഈ വെജിറ്റബിൾ കട്ട് ചെയ്താണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എല്ലാവരും അലൗഡ് ആക്കി കൊടുത്തത്. ശരി, ഓക്കെ. എന്തായാലും ഈ പറഞ്ഞ പോലെ അത്തരത്തില് അതൊരു പ്രശ്നമാക്കുന്നുണ്ട്. അത് പ്രശ്നമാക്കുന്നതെന്ന് വെച്ചാൽ ഉടനെ ഈ പറഞ്ഞ പോലെ അപ്പാനി അനുവും തമ്മിൽ ഭയങ്കര പൊരിഞ്ഞടി എന്ന് വെച്ചാല് പൊട്ടൻ എന്നുള്ള രീതിക്ക് ഒരു സംസാരിക്കുന്നുണ്ട്, പൊട്ട ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക്. അപ്പോഴ് ഇത് നിന്റെ വീട്ടിൽ പോയി വിളിയടാ എന്നുള്ള രീതിക്കൊക്കെ ഭയങ്കര സംസാരമാവുന്നുണ്ട്. എന്തായാലും പിന്നീട് മാപ്പ് പറയുന്നതായിട്ടും കാണാം. അതൊക്കെ ഒരു ഈ പറയുന്ന മൊത്തത്തിൽ ഡ്രാമയായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് മൊത്തത്തില്. അത് മാത്രമല്ല, പിന്നീട് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ദിവസത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് തന്നെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഷാനവാസും അപ്പാനിയും തമ്മിലുള്ള കുറച്ച് സംസാരമാണ്. അവിടെയാണ് നമ്മൾ ആദ്യം വീഡിയോയുടെ തുടക്കം പറഞ്ഞ ഷാനവാസിന്റെ കുറെ അപ്പൻ ചമയൽ എന്ന് ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നിയത് ഈ മമ്മൂട്ടിയുടെ കുറെ സിനിമകൾ, വാത്സല്യം, അതുപോലെ തന്നെ ബസ് കണ്ടക്ടർ, അതുപോലെയൊക്കെയുള്ള എന്ന് വെച്ചാൽ നാട്ടിൻപുറത്തെ മാസ് കാണിക്കൽ ഡയലോഗുകൾ ഉണ്ടല്ലോ, ആ ടൈപ്പ് സാധനം എനിക്ക് ഫീൽ ചെയ്തത്. ഷാനവാസ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇവിടെ വന്നപ്പോ മുതൽ യവന്മാർ എനിക്കെതിരെയാണ് കളിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാ, ഒറ്റയ്ക്ക് തന്നെ നേരിടും. അതേത് ഡയലോഗ്? മറ്റേ എന്താണ് നിവിൻ പോളിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ, ആ ഒരു ഡയലോഗ് കണക്കാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിനുശേഷം അനുവിന്റെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടായിരുന്നത് എനിക്ക് ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ടാ. വീണ്ടും പെൺകുട്ടി ഡയലോഗ്, ജെൻഡർ. നിന്റെ ലൈഫ് എനിക്ക് കൃത്യമായി അറിയാം, നിനക്ക് ഇത് നന്നാവില്ല, ഞാൻ നിന്നെ പോലെ ചിന്തിക്കാത്ത കൊണ്ടാണ് ഞാൻ ഇതിന്മേൽ തൊട്ട് കളിക്കാത്തത്. തിരിച്ചടിക്കാൻ എനിക്ക് അറിയാത്ത കൊണ്ടല്ല, എനിക്ക് ആയുധം ഇല്ലാഞ്ഞിട്ടുമല്ല, ഞാൻ അത് എടുക്കാത്തതാണ്. എനിക്കൊരു ഈ പറയുന്ന മോളുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട്, ഇതൊക്കെ വെറുതെ പറയുന്ന, ഇതിലൊന്നും ഒരു സത്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്.
പൊതുവില്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് നിന്റെയൊക്കെ ഗ്രൂപ്പിസവും ചെറ്റത്തരവും തുറന്ന് കാണിക്കും ഞാൻ. എന്തോ വലിയ സംഭവം കയ്യിലുള്ള കണക്കാ പുള്ളി പറയുന്നത്. ഇപ്പൊ അത് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് പേഴ്സണൽ ലൈഫ് എടുത്തിടേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്തും വ്യക്തികളല്ലേ, ഓരോ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പറയുന്ന ഓരോരുത്തരെയും കൃത്യമായിട്ട് പഠിച്ചിട്ട് അവരുടെ പ്രൊഫൈല് മൊത്തം നോക്കിയിട്ടാണല്ലോ ബിഗ് ബോസ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഷാനവാസ് പഠിച്ചേക്കാട്ടി എന്തായാലും ബിഗ് ബോസിലുള്ള ആൾക്കാർ, ക്രൂ മെമ്പേഴ്സ് ഓരോ മെമ്പേഴ്സിനെയും പഠിച്ചു കാണും. അപ്പൊ അവർക്കൊരു മോശം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ സാധ്യതയില്ല എന്നാണ് എന്റെ ഒരു ഇത്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിരുദ്ധത അത്തരത്തിലുള്ള കാര്യമല്ല, മറിച്ച് ഈ പറയുന്ന ഒരു റേപ്പ് കേസിൽ പെട്ട ഒരു പ്രതിയോ അല്ലെങ്കിൽ ഒരു കൊലപാതക കേസിൽ പെട്ട ഒരു പ്രതിയെ കൊണ്ടുവരുമോ? ഇല്ല, കൊണ്ടുവരത്തില്ല. അപ്പൊ അത്തരത്തില് ഈ അനീഷിനെ കൊണ്ടുവന്നു. അനീഷ് ഈ പറയുന്ന റേപ്പ് കേസിലെ പ്രതിയോ കൊലപാതകയോ അല്ല. പുള്ളിക്കാരൻ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ആശയം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തില് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതിക്ക് നമുക്ക് ആൾക്കാരെ കൊണ്ടുവരും. പക്ഷേ ഈ ഷാനവാസ് ഇപ്പൊ എടുത്തേക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് എന്തോ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എന്തോ ഒരു സംഭവത്തിന്റെ തെളിവുണ്ട്, അതാണ് ഇതാണെന്നൊക്കെയാണ് പുള്ളി പറയാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം അപ്പാനി പറയുന്നുണ്ട് അതെന്താ ഇക്ക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസ് ഇങ്ങനെ പറയുന്നതാണ്, നീ നിന്റെ തരത്തിൽ പോയി കളിക്കടാ, നിനക്ക് താങ്ങാൻ പറ്റില്ല, ഞാൻ കൊണ്ടും കൊടുത്തുമാണ് ഈ ഇൻഡസ്ട്രി നിൽക്കുന്നത്, നിങ്ങൾ കളിച്ചോ, തെറ്റിദ്ധരിപ്പിച്ച് കളിച്ചോ, നിനക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ താങ്ങിക്കോ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ഇതും ഏതോ ഒരു സിനിമാ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് സത്യത്തിൽ തോന്നിയത്. പിന്നീട് അപ്പാനി പറയുന്നുണ്ട് അനാവശ്യമായിട്ട് സംസാരിക്കരുത്, കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കാൻ ശ്രമിക്കരുത്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് വിത്ത് പ്രൂഫ്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ പ്രൂഫ് കാണിക്ക്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അയ്യോ, പ്രൂഫ് കാണിക്കേണ്ടടുത്ത് ഞാൻ കാണിച്ചോളാം, അത് ഇപ്പൊ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസിന്റെ മറ്റൊരു ഈ പറയുന്ന എന്താ തകിടം മറിയുന്ന ഒരു പരിപാടിയായിട്ടാണ് ജിസേലിന്റെ അടുത്തേക്ക് പോകുന്നത്. ജിസേലിന്റെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ്, തുടക്ക സമയത്ത് ആദ്യ ആഴ്ചകളിൽ ജിസേലിനെ വളരെ മോശമായിട്ടാണ് അക്ബർ നോക്കിയിരുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഞാൻ അത് കണ്ടിട്ടുമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിസേല് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ നോട്ടം എങ്ങനെയായിരുന്നു, ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടമായിരുന്നോ എന്നുള്ള രീതിക്ക് ജിസേല് കുറുക്കിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പൊ അക്ബറിന്റെ കാര്യമാണല്ലോ ഞാനിപ്പോ പറഞ്ഞു വന്നത്, നോട്ടത്തെ പറ്റി. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കൂ. നിങ്ങൾ ഇങ്ങനെ ഈ എന്താണ് കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പുള്ളിക്കാരൻ പോകുന്നതായിട്ട് കാണിക്കുന്നു. ഏകദേശം അതോടുകൂടി ഇന്നത്തെ ദിവസം ഏകദേശം അവസാനിക്കുന്നു. അത് മാത്രമായിരുന്നില്ല, പിന്നീടാണ് ഈ പറയുന്ന ഓരോരുത്തരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതും അപ്പാനി കരയുന്നതും ഈ പറയുന്ന എന്തിനേറെ പറയുന്നു, ഓരോരുത്തരടുത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരിക്കലും കണക്ട് ആവാൻ പറ്റാത്ത എപ്പോഴും വഴക്ക് പിടിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി അക്ബറിനെയാണ്. അക്ബർ എല്ലാവരുടെടുത്തുമായിട്ടും ഒട്ടുമിക്ക ആൾക്കാരുമായിട്ടും പ്രശ്നമാണ്. പക്ഷേ പുള്ളിക്കാരൻ ആരുമായിട്ടും പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ്, എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും എന്നുള്ള രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരൻ ഈ കൺഫെഷൻ റൂമിൽ പോയിട്ട് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന അപ്പാനിയും അക്ബറും ഉൾപ്പെടെ കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ അപ്പാനിയെ ഇത്തരത്തിൽ ത്രെട്ടണിങ് ചെയ്യുന്നത് പുള്ളിക്കാരന്റെ വീട്ടിൽ ഇരിക്കുന്ന വൈഫും അമ്മയൊക്കെ കാണുകയാണല്ലോ. അപ്പൊ അവരെന്ത് വിചാരിക്കും, എന്തോ ഷാനവാസിന്റെ കയ്യിൽ എന്തോ വലിയൊരു ബെടാ തെളിവുണ്ട്, അത് ഈ പറയുന്ന എന്തെങ്കിലും ഈ പെണ്ണ് കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബെടാ വിഷയം ഉണ്ട് എന്നുള്ള രീതിക്കാണല്ലോ വീട്ടുകാരുൾപ്പെടെ വിചാരിക്കുന്നത്. ഈ പറയുന്ന അപ്പാനിയുടെ വൈഫൊക്കെ ഇപ്പം നിലവിൽ പ്രഗ്നന്റ് ആണ്. പുള്ളിക്കാരിയുടെയൊക്കെ മാനസിക നില ഒന്നും ഇവരൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ പറയുന്ന എല്ലാവർക്കും വീട്ടുകാരുണ്ടല്ലോ. ഈ ഷാനവാസ് തന്നെ പറയുന്നത് എനിക്ക് സ്വന്തം മോളുണ്ട്, വലിയ പ്രായമുള്ള മോളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് നീങ്ങുന്നത് അത്ര ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗെയിമിനെ ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഗെയിം കളിക്കുക, അവിടെ ഈ പറയുന്ന പോലെ മാക്സിമം ഗെയിം കളിക്കുക, അതാണെങ്കിൽ ഓക്കെ. അല്ലാതെ പുറത്തെ കാര്യങ്ങൾ എടുത്തിട്ട് അകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അത്ര ഒരു നല്ല പരിപാടി അല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോടാ അമീറെ? നമ്മള് വീഡിയോ തന്നെ ഏകദേശം ഒരു ലെങ്ത് ആയി കഴിഞ്ഞു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമ്മള്? നമ്മളൊരു എല്ലാം മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്, അതാണ് അത്ര ലെങ്ത് വന്നത്. അതെ, എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ദിവസത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ.